സർ, മേയർ ആര്യ രാജേന്ദ്രൻ ആര്യയുടെ ഈഗോയ്ക്കെതിരെ പോരാടാനിറങ്ങിയ ഒരു KSRTC ഡ്രൈവർ യദുവിനെതിരെ കൂടുതൽ പരാതികളും ആരോപണങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര കേസിൽ യദു പ്രതിയാകും? യദുവിൻ്റെ കേസ് ശ്യാമേ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ഗുലുമാല് പിടിച്ച കേസാണ്. യദുവിന് ശത്രുക്കളിങ്ങനെ പൊങ്ങി വരികയാണ്. യദു ഉദ്ദേശിച്ചത്, യദുവിന് സത്യത്തിൽ ആര്യയോടും ആര്യയുടെ ഭർത്താവിനോടും ജനങ്ങൾക്ക്, കാണികൾക്ക് ഉണ്ടായ വെറുപ്പും അറപ്പും ഭയങ്കരമായിരുന്നു. അപ്പോൾ യദുവിനെ ആക്ഷേപിക്കാൻ വേണ്ടി, യദുവിനോട് ആക്രോശിക്കാൻ വേണ്ടി ബസ്സിന് കുറുകയിട്ട് ആക്രോശിച്ചതൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടതാണ്. വീഡിയോ കൂടി പുറത്തു വന്നതാണ്. ഇപ്പോൾ യദു അത് ആരോപണം ഉന്നയിച്ചു. ആര്യയ്ക്കെതിരെ ആണ് ജനരോഷമുണ്ടായത്. സൈബർ ഇടങ്ങളിലൊക്കെ യദുവിന് അനുകൂലമായിട്ട് ഒരു വലിയ ഘോഷയാത്ര പോലെയാണ് ആളുകൾ ഇറങ്ങിയത്. ആര്യയ്ക്ക് ഉത്തരം പറയാനില്ല. ആര്യ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തതല്ല, ഇടതുവശത്തൂടെ കയറിയില്ല, വലതുവശത്തൂടെയൊക്കെയാണ് കയറിയത് എന്നൊക്കെ പറഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആര്യയ്ക്ക് ഈ ഒരു ധാർഷ്ട്യം ഈ മേയറായതിനു ശേഷം കൂടുതലായിട്ടുണ്ട്. പല കാര്യങ്ങളിലും അവരെടുക്കുന്ന തീരുമാനങ്ങളും അവരെടുക്കുന്ന പ്രവർത്തന ശൈലിയും ഒരു പൊതുപ്രവർത്തകയ്ക്ക്, ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല. ഒരു മേയർ എന്ന് പറയുന്നൊരു വലിയ പോസ്റ്റാണ്. ഇന്ത്യക്ക് പുറത്ത് ലോകരാജ്യങ്ങളിലൊക്കെ ഒരു മേയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടുത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമൊക്കെ, അംബാസഡറുമൊക്കെ. അപ്പോൾ ഒരു മേയറുടെ നിലയ്ക്ക് നിന്ന് പ്രവർത്തിക്കേണ്ടതിന് പകരം അതിനകത്ത് തന്നെ പരിഹരിക്കേണ്ട ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഈ കോർപ്പറേഷനകത്ത് തന്നെ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്. ഈജിയൻ തൊഴുത്ത് പോലെയാണ് ഇവർ വന്നതിന് ശേഷം അവിടെ പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങളുടെ തള്ളിക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും നേരം കണ്ടെത്താതെ ഇങ്ങനെ വെറുതെ ഒരു മത്സര ഓട്ടത്തിന് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പുറകെ ഭർത്താവുമായി പോയി കളിക്കുക എന്ന് പറയുന്നത് വളരെ പരിഹാസ്യമായി പോയി. ഈ ആര്യ മൂക്കും മുമ്പേ പഴുത്തോ? അതെ, അതാണ്. ആര്യയും ആര്യയോടൊപ്പം തന്നെ മറ്റ് ചിന്താചരവും ഉണ്ടല്ലോ. ഇവർ രണ്ടുമാണ് ഇവിടെ വനിതകൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരാളില്ലാത്ത തീസിസ് വളരെ ആരോപണ വിധേയമായി ഉണ്ടായിക്കൊണ്ട് നടക്കുന്നു. പിന്നെ പ്രശ്നം ഉണ്ടാകുമ്പോൾ പൊതിച്ചോറിൻ്റെ കാര്യം പറയുന്നു. അങ്ങനെയൊക്കെ ഇവർ രണ്ടുപേരും ഉണ്ടാക്കുന്ന ചില കോലാഹലങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഒരു തലവേദനയാണ്. പക്ഷേ അവരത് സമ്മതിക്കുന്നില്ല. എന്നാൽ എത്രയോ പേരുണ്ട് വനിതകളായിട്ടുള്ള ആളുകൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്. അവരൊന്നും ഈ കുഴപ്പമുണ്ടാക്കുന്നില്ലല്ലോ. ഈ സൈബർ ടീം, ഇടതുപക്ഷത്തിൻ്റെ സൈബർ ടീം വലിയ ആക്രമണമാണ് ഈ ഡ്രൈവർക്കെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പലതരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നു. ഇതിനിടെ നിമിഷ നേരം കൊണ്ട് പോലീസ് CDR എടുത്തു. 1 മണിക്കൂറിനോളം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ യദു ഫോണിൽ സംസാരിച്ചു എന്ന്. മറ്റൊരു കേസിൽ ഇതൊക്കെ സംഭവിക്കൂ? അല്ല, അതൊക്കെ ഈ കേസിന് ആധാരശിലയായി വർത്തിക്കാവുന്ന ചില തെളിവുകളാണ്. അത് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ ഇയാൾ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം. പിന്നെ ശ്യാമ, ഒരു സിനിമാ നടിയുടെ റോഷ്ന ആൻഡ് റോയ് എന്ന് പറയുന്ന ഒരു നടി ഇപ്പോൾ വന്നിരിക്കുന്നു. അത് 1 വർഷത്തിന് ശേഷം. അപ്പം ഈ 1 വർഷം അവരെന്ത് ചെയ്തിരുന്നു? പിന്നെ അവരെക്കുറിച്ചുള്ള ഒരു ആക്ഷേപങ്ങളുണ്ടല്ലോ, ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവർ കഴിഞ്ഞ വർഷം ജൂൺ 19 ഈ സ്ത്രീ കുന്നംകുളത്ത് വെച്ച് യദു ഇത്തരത്തിൽ ആഭാസപരമായിട്ടുള്ള ഒരു പെരുമാറ്റം കാണിച്ചു എന്ന് പറയുന്നത്. ജൂൺ 16 ഇവരുടെ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ജൂൺ 16 ഇവർ മുംബൈയിലാണ്, ജൂൺ 21 ഇവർ ബാംഗ്ലൂരിലാണ്. ഇതിനിടെ ജൂൺ 19 ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ കുന്നംകുളത്ത് എത്തിയെന്നാണ് സംശയം. അപ്പോൾ മുംബൈയിലും ബാംഗ്ലൂരും കുന്നംകുളത്തും ഒക്കെ കറങ്ങി അടിച്ച് നടക്കുന്ന ഒരു നടി എന്തിനാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നവുമായി വന്നത്? ആര്യയുമായുള്ള ഒരു ഇണക്കത്തിൻ്റെ ഭാഗമാണോ ഇത്, അതോ മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള ഇണക്കത്തിൻ്റെ ഭാഗമാണോ? എനിക്ക് തോന്നുന്നത് ഇതൊരു അറ്റൻഷൻ കിട്ടാനുള്ള ശ്രമമാണെന്ന്. അതുമാകാം. അവരവരുടെ ഫീൽഡിൽ പരാജയപ്പെട്ടു പോയ ആളാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ശ്യാമെ ഇത് നോക്കേണ്ടത്, യദുവിന് വലിയൊരു ആക്രമണം ഉണ്ടാകുന്നു, യദുവിന് വലിയ ഒരു ബൂസ്റ്റപ്പ് കിട്ടുന്നു. വ്യക്തിപരമായി ആളുകളൊക്കെ സഹതാപം പ്രകടിപ്പിക്കുന്നു. പിന്നെ കേസെടുക്കുന്നു പോലീസ്. പിന്നെ ബസ്സിനകത്തുണ്ടായിരുന്ന
മെമ്മറി കാർഡ് മെമ്മറി കാർഡ് മോഷണം പോകുന്നു. അത് യദുവാണെന്ന് പറയുന്നു, യദുവാണെന്ന് പറയുന്നു. അതിൻ്റെ സാധ്യത അതിന് മുമ്പിലിരിക്കുന്ന കണ്ടക്ടർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അനുഭാവിയാണ്, സജീവ പ്രവർത്തകനാണ്, അയാളാണ് ഇത് ചെയ്യാൻ ഇടയുള്ളത് എന്ന് സംശയിക്കത്തക്ക മട്ടിലാണ് യദുവിൻ്റെ അഭിപ്രായ പ്രകടനം. ഇതിൽ മെമ്മറി കാർഡ് പുറത്തു വന്നു കഴിഞ്ഞാൽ ആദ്യം പൊളിയുക ഈ കണ്ടക്ടറുടെ വാദമാണ്. അതെ, കാരണം കണ്ടക്ടർ പറയുന്നത് താൻ ബാക്കിലാണ് ഇരിക്കുന്നത്, താൻ ഇത് കണ്ടിട്ടില്ലെന്നാണ്. യദു പറയുന്നു കണ്ടക്ടർ ഇരുന്നത് ഫ്രണ്ട് സീറ്റിലാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെ ക്യാമറ പുറത്തു വന്നാൽ കണ്ടക്ടർ എവിടെ ഇരിക്കുന്നതെന്ന് ദൃശ്യം പുറത്തു വരും. ആ മൊഴി പൊളിഞ്ഞു പോകും. അതെ, ഇത്തരത്തിൽ അതുകൊണ്ടാണ് അത് പൊട്ടിച്ചത്, അടിച്ചു മാറ്റിയത്. ഇത് ഒരു തരത്തിലും പോകാത്തൊരു കേസായി, ഒരു ചെറിയൊരു പ്രശ്നം പോയ പോക്കല്ലേ. അതെ, ഒരു വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ യദുവിനെതിരായി ആ ഫോൺ 2 മണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നത് വലിയ കുറ്റകൃത്യമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിനകത്ത് ഇതിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആര്യ മേയറാണ്, ഭർത്താവ് MLA ആണ്, പോരാത്തതിന് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരാണ്. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടേ പോലീസ് നിൽക്കും. പോലീസിൻ്റെ മഹസറെടുത്തായാലും ഇപ്പോൾ യദുവിനെതിരായ കേസെടുത്തു. പക്ഷേ യദു പെറ്റീഷൻ കൊടുത്തിട്ട് കേസെടുക്കുന്നില്ല, ഗുരുതര പരാതിയാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ കോടതിയിൽ പോയി. അപ്പോൾ കോടതിയിൽ നിന്ന് നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് ആര്യക്കെതിരെയും ഭർത്താവിനെതിരെയും കേസെടുക്കാൻ നിർബന്ധിതരായത്. അപ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ മൂടിവെക്കപ്പെടാനും അതൊരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഈ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമെന്ന തരത്തിൽ ചുരുളഴിഞ്ഞു വരുന്ന ഒരു സമ്പ്രദായമാണ്. സത്യത്തിൽ ഈ മേയർക്ക് ഇവിടെ കൂടെയാണോ ഈ CPM നിൽക്കേണ്ടത്? അടിസ്ഥാന വർഗത്തിനൊപ്പം നിൽക്കുന്ന പാർട്ടിയാണെന്നാണ് അവരുടെ പ്രഖ്യാപനം. യദുവിനൊപ്പം അല്ലേ നിൽക്കേണ്ടത്? യദുവിനൊപ്പമാണ് നിൽക്കേണ്ടത്. കാരണം ഒരു കാര്യമില്ലല്ലോ, അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ ഇടതുവശത്തൂടെ ഓടിക്കേറി കാറ് വട്ടവിട്ടതിന് ശേഷം അയാളോട് ആക്രോശിക്കുക റോഡിൻ്റെ നടുക്കിൽ വെച്ച്. അത് മാത്രമല്ല, ഈ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ ഹൃദയകേന്ദ്രമായ പാളയത്ത് സാഫല്യ കോംപ്ലക്സിൻ്റെ മുന്നിൽ വെച്ചാണ് നടന്നത്. തന്നെയുമല്ല, അത് ചെയ്യുമ്പോൾ റെഡ് സിഗ്നൽ കിടക്കുകയാണ്. അപ്പോൾ ആ റെഡ് സിഗ്നൽ കിടക്കുമ്പോൾ അവർക്ക് ഓടിക്കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമച്ച് യദുവിനെതിരെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തത്രപ്പാട് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും വിലപ്പോകുന്ന മട്ടിലല്ല നിൽക്കുന്നത്. അയാൾ കോടതിയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കാരണം അതല്ലെങ്കിൽ ഈ മാനനഷ്ട കേസ് കൊടുക്കണമെങ്കിൽ ഒരു വലിയ തുക വേണം. അപ്പോൾ അതിന് ഞാൻ ഇത്ര ശതമാനം നമ്മൾ കെട്ടിവെക്കണം. ഇതിനകത്തൊരു 1000 രൂപ കെട്ടിവെച്ചാൽ കേസ് നടത്താൻ കഴിയുന്ന തരത്തിൽ പോകാം എന്ന് സെൻകുമാർ എന്ന് പറയുന്ന DGP ഏതോ ഒരു ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം അതല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് യാതൊരു ഇരുൾവെളിച്ചവും കാണാൻ പറ്റത്തില്ലായിരുന്നു. എങ്കിലും കൂടുതൽ കേസുകളിൽ ഇയാൾ പ്രതിയാകാൻ പോവുകയാണ്. ഇയാൾ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ, റോഷന പറയുന്നത് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കും. അതിന് ഇത്ര സമയം അവർ പറയുന്നുണ്ട്. ഒരു സ്വകാര്യ ചാനലിൽ ഒരു അഭിമുഖം അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കൂടെ ഈ ചെണ്ട കൊട്ടുന്നത് പോലെ ഇയാൾക്ക് എല്ലാത്തിനും കൂടെ മറുപടി പറയാൻ പറ്റുമോ? ഈ വേറെ ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ ഒരാളോട് വന്നിട്ടുണ്ട്, പേര് പുറത്ത് വന്നിട്ടില്ല. അവരെയും അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബസ്സിലിരുന്നവരൊക്കെ ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തതാണല്ലോ. അപ്പോൾ ബസ്സിലിരുന്നവരുടെയും മൊഴിയെടുക്കേണ്ടി വരും. ഈ മേയർ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഒരു വിപുലമായ അന്വേഷണം, ഒരു സാക്ഷിമൊഴികൾ ഒക്കെ രേഖപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഇതൊരു ഗുലുമാല് പിടിച്ച കേസാണ്. പക്ഷേ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ വിഷയങ്ങളിൽ ഇത് പ്രതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പ്രതിയാകാം. പക്ഷേ രണ്ടുമുണ്ട്. അയാൾ വാദിയുമാകുന്നു, പ്രതിയുമാകുന്നു. ഒരേ സമയത്ത് ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ വാദിയും പ്രതിയുമായി തീർന്നിരിക്കുന്ന യദുവിന് അനുകൂലമായിട്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. തന്നെയല്ല, ഈ സൈബർ സെല്ലുകൾ, എല്ലാ ഗ്രൂപ്പിൻ്റെയും സൈബർ സെല്ലുകൾ പൊങ്കാലയിടുകയാണ് ഈ മേയർക്കെതിരായും ഭർത്താവിനെതിരായും. നേരത്തെ തന്നെ മേയർക്കെതിരെ വലിയ പ്രശ്നമാണ്. ഒരു അഹങ്കാരിയാണ്. അതെ, ഇവിടെ ഒരു പെരുമാറ്റം കണ്ടിട്ട് സാറിന് അങ്ങനെയാണ് തോന്നുന്നത്. ഈ ആറ്റുകാൽ പൊങ്കാലയുടെ പ്രശ്നം, അതെ, അതുപോലെ തന്നെ കോർപ്പറേഷനിൽ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ച, രാവിലെ മുതൽ അവിടെ ചെന്ന് നിന്നാൽ ഏറ്റവും കൂടുതൽ പരാതി വരുന്നത് അവിടെയാണ് തോന്നുന്നത്. ആ കോർപ്പറേഷനെ സംബന്ധിച്ചാണ് പരാതി വരുന്നത്. ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകുന്നില്ല. പരാതികളുമായിട്ട് ചെല്ലുകയോ ആവലാതികളുമായി ചെല്ലുകയോ എന്തെങ്കിലും സാന്ത്വനം ലഭിക്കണമെന്ന് പറഞ്ഞ് ചെല്ലുകയോ ചെയ്യുന്നവർക്കൊന്നും ഒരു ഇത് കിട്ടുന്നില്ല. ഞാൻ ഒരു സമയത്ത് ഒരു സ്വകാര്യ ചാനലിൻ്റെ മൈക്കുമായി വേറൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഈ കോർപ്പറേഷൻ്റെ വാതിൽക്ക് നിന്നപ്പോൾ എന്നോട് വന്ന്
ഞങ്ങളെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ നിരവധി ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആര്യക്കെതിരെ സംസാരിക്കാൻ. അതെ, അതുകൊണ്ട് വലിയ പട തന്നെയുണ്ട്. അതെ, ഞാൻ വെറുതെ പറയുന്നില്ല, ഏത് ചാനലുകാരൻ അവിടെ ചെന്നിരുന്നാലും എനിക്കൊന്ന് കൈരളി ഒഴുകി ആര്യം നിന്നാലും മേയർക്കെതിരെ പരാതിയുമായി ആളുകൾ അടുത്തുകൂടും. അത് ഒരു ഇരിക്കുന്ന കസേരയോടുള്ള ഒരു ബഹുമാനവും ഒരു ആദരവും ഒക്കെ കാണിക്കേണ്ട ചുമതല ഈ ഭരണത്തിലിരിക്കുന്നവരുടേതാണ്. കാണിക്കണം. അതല്ലാതെ കടക്കൂപുറത്ത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ അതേ ശൈലി സ്വീകരിക്കുന്നത് ശരിയല്ല. ഒരുപക്ഷെ അതായിരിക്കും ആ ശൈലി സ്വീകരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ ആര്യയ്ക്കൊക്കെ. ഈ ആർഷോ ആര്യ ആ ഒരു വലിയ പ്രശ്നമായി മാറുകയാണ്. എന്തൊക്കെയാണ് ഇപ്പം ഈ ആര്യയ്ക്ക് അനുകൂലമായി റഹീം രംഗത്ത് വന്നു, ആർഷോ രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ എത്ര പേരാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ചാടിക്കേറി അവരെ പിന്തുണയ്ക്കാനും സഹായിക്കാനും വേണ്ടി വരുന്നത്? അപ്പോൾ യദുവിനെ സംരക്ഷിക്കാനും ഒരു പാർട്ടിക്കാരും വരുന്നില്ല. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായി ഇവിടെ ഉണ്ടാകുന്ന ഒരു ഭരണ ദുർവ്യാഖ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ഭരണ സ്ഥിരാകേന്ദ്രത്തിലുണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ്. റഹീമിന് എയറിൽ നിന്ന് ഇറങ്ങാൻ തീരെ താല്പര്യമില്ല. ഓരോ വിഷയങ്ങളിൽ വന്ന് ഇടപെടുക, എയറിൽ പോവുക. അതെ താഴെ വരാൻ തീരെ താല്പര്യമില്ല. ഒരു താല്പര്യമില്ല. തന്നെയുമല്ല, അതിലൊരു നിജസ്ഥിതി വേണ്ടേ? ഒരു കാര്യം പറയുന്നതിൽ ഒരു സ്വീകാര്യമായി തോന്നുന്ന ഒരു അഭിപ്രായമാവണ്ടേ? ഇതൊന്നുമല്ല. ഏതാണ്ട് ചാടി കയറി ഒരു വെട്ട് രണ്ട് കഷ്ണം എന്ന മട്ടിലാണ് ഓരോ കാര്യത്തിലും ഇടപെടുന്നതും അഭിപ്രായം പറയുന്നത്. അതിലൊക്കെ അദ്ദേഹം വളരെ മോശമായി ആണ് പ്രതികരണം കൊണ്ടാണ് പിന്നോട്ട് പോവേണ്ടി വരുന്നത്. എന്തായാലും ഇത് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകട്ടല്ലേ? അല്ല, ഇതിൻ്റെ കൂടെയാണ് ഞാനും നിൽക്കുന്നത്. കാരണം സ്വാഭാവികമായും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ അതാത് കാലഘട്ടത്തിൽ പരാതിപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കേണ്ടതാണ്. ഇത് ഒരു താൻ ചെയ്യാത്തൊരു കുറ്റത്തിന് കുറ്റവാളികളുടെ പേരിൽ പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു ഡ്രൈവറെ ഇങ്ങനെ ആകെ ആക്രമിക്കുന്നത്, പല മുഖത്ത് നിന്ന് ആക്രമിക്കുന്നത് ശരിയല്ല. നന്ദി സാർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.